ഞാൻ ആ പാട്ട് കേട്ടിട്ടില്ല. ഇനി ഒരു കാര്യം ചെയ്യാം, DGPക്ക് കൊടുത്തല്ലോ, DGP അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കട്ടെ. ശബരിമല പ്രശ്നം എന്താ ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്ത തെറ്റ്? ശബരിമല ഇന്ന് ലോകപ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ്. ഇന്ത്യക്കാർ മാത്രമല്ല, വിദേശികൾ വരികയല്ലേ ശബരിമലക്ക്. ആ ശബരിമലയുടെ പ്രാധാന്യം കാത്തു സൂക്ഷിച്ച് വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാനും തീർത്ഥാടന കേന്ദ്രം എന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ ആകെ അഭിവൃദ്ധി ശക്തിപ്പെടുത്താനും കഴിയത്തക്ക നിലയിൽ ഒരു അയ്യപ്പ സംഗമം ഇടതുപക്ഷ ഗവൺമെൻറ് സംഘടിപ്പിച്ചു. എല്ലാ പാർട്ടിക്കാരെയും പാർട്ടി ഇല്ലാത്തവരെയും വിശ്വാസികളെയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും ദേവസ്വം ബോർഡും എല്ലാം സഹകരിച്ചുകൊണ്ടാണ് അവിടെ ഒരു അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. ആ അയ്യപ്പ സംഗമം ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറിയേക്കുമെന്ന് കണ്ട് അതിനെ അലങ്കോലപ്പെടുത്താൻ അവസാന നിമിഷം UDFകാർ ബഹിഷ്കരിച്ചു പോയി. പക്ഷേ അയ്യപ്പ സംഗമം ശബരിമലയിൽ നടന്നു. അപ്പോഴാണ് അതിനെ കളങ്കപ്പെടുത്താൻ ഒരു പോറ്റിയെയും കൊണ്ടുവന്നത്. പോറ്റി പറഞ്ഞു ഇതെല്ലാം ഞാൻ സ്പോൺസർ ചെയ്തതാണ്. അത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പോലീസ് എവിടുന്നായി പോറ്റി ഇത് സ്പോൺസർ ചെയ്തത് എന്താണെന്ന് അന്വേഷിച്ചു. രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോഴാണ് കുറേ കാര്യം മനസ്സിലാക്കി. അത് കോടതിയുടെ മുമ്പാകെ എത്തിച്ചു. കോടതി പറഞ്ഞ് ശക്തമായ അന്വേഷണം നടത്തണം, ഇന്ന് നടപടികൾ സ്വീകരിക്കണം. ഈ ഗവൺമെൻറ് സ്വീകരിച്ചില്ലേ? ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ഒരു തെറ്റായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരാളെ സംരക്ഷിക്കാൻ ഈ ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? ഇടതുപക്ഷ ഗവൺമെൻറ് ആയതുകൊണ്ടല്ലേ ഇത്രയും ശക്തമായ നിലപാട് സ്വീകരിച്ചത്? നീതിപൂർവമായിട്ടുള്ള സത്യസന്ധമായ നിലപാട് സ്വീകരിക്കും. ആ നിലപാട് ഇതിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരമൊരു നിലപാട് സ്വീകരിച്ച ഗവൺമെൻറ്റിനെയും ഇടതുപക്ഷ മുന്നണിയെയും എല്ലാ വിശ്വാസികളും എല്ലാ മനുഷ്യരും എല്ലാ വോട്ടർമാരും കൂടുതൽ കൂടുതൽ പിന്തുണ നൽകുകയാണ് ചെയ്യുക. ബന്ധപ്പെട്ടൊരു വിവാദം ഇപ്പോൾ ഉണ്ടായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രചാരണത്തിനിടയ്ക്ക് ഒരു പാരഡി പാട്ട് ഇറങ്ങിയിരുന്നു. ആ പാട്ടുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഭക്തിഗാനത്തെ വികലപ്പെടുത്തിക്കൊണ്ടാണ് ഈ പാട്ട് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ഒരു ആരോപണം. ഇപ്പോൾ ഈ DGPക്ക് സംബന്ധിച്ച് പരാതിയൊക്കെ പോയിട്ടുണ്ട്. ആ പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പാട്ട് കേട്ടിട്ടില്ല. ഇനി ഒരു കാര്യം ചെയ്യാം, DGPക്ക് കൊടുത്തല്ലോ, DGP അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കട്ടെ. അല്ല, എന്താ ഇത് പാടിയത് എന്ന് എനിക്കറിഞ്ഞുകൂടല്ലോ. ഇനി ആരെങ്കിലും തെറി പറയുന്നതാണോന്ന് എനിക്കറിഞ്ഞുകൂടാ. അത് ആക്ഷേപമാണോ തെറി പറയുന്നതാണോ അശ്ലീലാണോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് കേൾക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല. കോൺഗ്രസ് ഇമാതിരി കാര്യങ്ങൾ നോക്കിയാൽ നടക്കുക. അത് കോൺഗ്രസ് അല്ല CPM. സാധാരണ എങ്ങനെയാ പ്രതിഫലിക്കുക? ഞങ്ങളതിൽ എന്ത് തെറ്റാ ചെയ്തത്? നിങ്ങൾ കാണേണ്ട ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക. ഇപ്പം ഞാനതാ പറയാൻ പോണത്. തിരുവനന്തപുരത്ത് 101 സീറ്റിൽ 50 സീറ്റ് BJP നേടി. എന്ത് കണ്ടിട്ടാ? എന്ത് സേവനം നടത്തിയിട്ടാ? എന്ത് ജനക്ഷേമകരമായ പരിപാടി നടപ്പിലാക്കിയിട്ടാ? എങ്ങനെയാണ് നേടിയത്? രാജ്യത്തുണ്ടാക്കിയിട്ടുള്ളൊരു പ്രത്യേക അപകടകരമായ നീക്കമുണ്ട്. ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ അപകടകരമാണത്. വർഗീയ വിദ്വേഷം, മനുഷ്യർക്കിടയിൽ വിതക്കാൻ പാടില്ലാത്ത വിത്ത് വിതച്ചിട്ടുണ്ട്. ജാതീയത ഇളക്കി വിടുകയാണ്. ഇത് നമ്മുടെ കേരളത്തെ എവിടെ കൊണ്ട് ചെന്നെത്തിക്കും? ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു 10 വോട്ട് കിട്ടാൻ ഇത്തരത്തിലുള്ള പല ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതൊക്കെ ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാകും. അതൊന്നും ഇടതുപക്ഷത്തിന് സ്വീകരിക്കാൻ പറ്റില്ല. ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയുക, ജനവിശ്വാസം നേടിയെടുക്കുക, അതിലൂടെ അധികാരത്തിലേക്ക് വരിക എന്നുള്ളതല്ലാതെ തെറ്റായിട്ടുള്ള ഒരു നടപടികളും ഇടതുപക്ഷം സ്വീകരിച്ചിട്ടില്ല. ഞാൻ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതെ, അവരിത് പാട്ട് പാടാനുള്ള കേന്ദ്രമാണ് ധരിച്ചു കാണും. കോൺഗ്രസ് MPമാർ അവിടെ വേറെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അവർ പറയാറില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.